ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. Touch the sky, feeling bolder. Break the mold, then press repeat. Get 'em up on the edge of their seats. Set your aim a little higher. We're gonna go there. Going up, going all the way. Going high, going up, going all the way. Going high, going all the way. Going up, going all the way. Going up, going all the way. Going high. ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ച് ചേർക്കുന്നുള്ളൂ. കാരണം സൺഫ്ലവർ അതിൻ്റെ അകത്തുണ്ടല്ലോ, അപ്പോൾ ഒരു സ്പൂൺ നെയ്യുടെ ആവശ്യമുള്ളേ. പിന്നെ അതിൻ്റെ അകത്ത് മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. സർവ്വസുഗന്ധി, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ് സവോള, ഒരു മീഡിയം ടൈപ്പ് സവോള എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒത്തിരി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. അതിനുശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. അതുപോലെ അരി ഞാൻ ഇടുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ അത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. Break the mold, then press repeat. Get 'em up on the edge of their seats. Set your aim a little higher. We're gonna go there. ഞാനിവിടെ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. നെയ്ച്ചോറ് വെക്കാൻ എപ്പോഴും ടേസ്റ്റ് ചെറിയ അരിക്കാണ്. ഞങ്ങളിവിടെ നെയ്ച്ചോറ് എപ്പോഴും വെക്കുന്നത് ചെറിയ അരി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റുമാണ്, കാണാനൊരു ഭംഗിയാണ് അത് വെച്ച് നെയ്ച്ചോറ് വെക്കുമ്പോൾ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ചിലർക്ക് വലിയ അരിയോടാണ് താല്പര്യം. എനിക്ക് പൊതുവേ ചെറിയ അരിയാണ്, എനിക്കൊന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്ന ചെറിയ അരിയാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാൻ തോന്നും. വലിയ അരിയാകുമ്പോൾ പെട്ടെന്ന് കഴിച്ചാൽ ഉടനെ നമുക്ക് മടുപ്പ് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലും കിട്ടുകയും ഈ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ. അതിന് വേണ്ടി ഞാൻ അരമുറി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ അടുപ്പിനടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. പെട്ടെന്ന് ഇത് വേകുകയും ചെയ്യും, പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger.
അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നെയ്ച്ചോറ് ഏതാണ്ട് നമുക്കിവിടെ സെറ്റായി. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും സവോളയും മുന്തിരിയും എല്ലാം അതിൻ്റെ മേളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെറും സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ.